നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു കവിതയാണ്. സ്റ്റാമർ അഥവാ വിക്കൽ എന്നാണ് ഈ കവിതയുടെ പേര്. കെ സച്ചിദാനന്ദൻ എന്ന പ്രമുഖനായ കവിയാണ് ഇതെഴുതിയിരിക്കുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ ഒരു ഉദ്ധരണി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. റോസാച്ചെടിക്ക് മുള്ളുകളുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പരാതിപ്പെടാം, അല്ലെങ്കിൽ മുള്ളുകളുള്ള ചെടിയിൽ റോസാപ്പൂക്കളുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാം എന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളാണിവിടെ പ്രധാനമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനോടുള്ള നമ്മുടെ പ്രതികരണം. ഇതുപോലെയാണ് കവി വിക്കലിനെ ഈ കവിതയിൽ കാണുന്നത്. സാധാരണയായി നമ്മൾ വിക്കലിനെ ഒരു കുറവായിട്ടാണ് കണക്കാക്കാറ്. എന്നാൽ കവി പറയുന്നത് വിക്കൽ ഒരു കുറവല്ല, അതൊരു സംസാര രീതിയാണ് എന്നാണ്. ഇനി നമുക്ക് കവിതയിലെ പ്രധാന ആശയങ്ങൾ നോക്കാം. 1. വിക്കലും നിശ്ശബ്ദതയും. വാക്കുകൾക്കും അതിന്റെ അർത്ഥത്തിനുമിടയിലുള്ള നിശ്ശബ്ദതയാണ് വിക്കൽ എന്ന് കവി പറയുന്നു. അതുപോലെ ഒരു വാക്കിനും പ്രവൃത്തിക്കുമിടയിലുള്ള നിശ്ശബ്ദതയാണ് മുടന്ത്. 2. ഭാഷയുടെ ഉത്ഭവം. വിക്കൽ ഭാഷയ്ക്ക് മുൻപുണ്ടായിരുന്നതാണോ അതോ ശേഷമാണോ ഉണ്ടായതെന്ന് കവി ചോദിക്കുന്നു. വിക്കൽ വെറുമൊരു പ്രാദേശിക ഭാഷയാണോ അതോ അതൊരു ഭാഷ തന്നെയാണോ എന്നും കവി സംശയിക്കുന്നു. ഈ ചോദ്യങ്ങൾ ഭാഷാശാസ്ത്രജ്ഞരെ പോലും വിക്കലിപ്പിക്കുന്നുവെന്ന് കവി പറയുന്നു. 3. അർത്ഥങ്ങളോടുള്ള ബന്ധം. ഓരോ തവണ നമ്മൾ വിക്കുമ്പോഴും അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ വാക്കിന്റെ ആഴത്തിലുള്ള അർത്ഥം തേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭാഷയ്ക്ക് ദൈവമുണ്ടെങ്കിൽ വിക്കലായിരിക്കും അതിന്റെ ഭാഷ. 4. ഒരു ജനതയുടെ വിക്കൽ. ഒരു ജനത മുഴുവൻ വിക്കുമ്പോൾ വിക്കൽ അവരുടെ മാതൃഭാഷയായി മാറുന്നു. ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണെന്ന് കവി കൂട്ടിച്ചേർക്കുന്നു. 5. ദൈവവും വിക്കലും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വിക്കിയിരിക്കണമെന്ന് കവി അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ഉച്ചരിക്കുന്ന എല്ലാ വാക്കുകൾക്കും വ്യത്യസ്ത അർത്ഥങ്ങളുള്ളത്. മനുഷ്യന്റെ പ്രാർത്ഥനകൾ മുതൽ ആജ്ഞകൾ വരെ കവിത പോലെ വിക്കുന്നുവെന്നും കവി പറയുന്നു. കവിയെക്കുറിച്ചു പറയുകയാണെങ്കിൽ കെ സച്ചിദാനന്ദൻ 1946-ൽ കേരളത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ കവിയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം കവിതകൾ എഴുതാറുണ്ട്. മലയാളത്തിലെ ആധുനിക കവിതയുടെ ഒരു തുടക്കക്കാരനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു നിരൂപകനും കോളമിസ്റ്റും വിവർത്തകനും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറിയുമായിരുന്നു. മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബുദ്ധിജീവിയായ അദ്ദേഹം പരിസ്ഥിതിയും മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളെ സമർത്ഥിക്കുന്ന ഒരാളാണ്. 2011-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിനായി അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു.